ഡിസംബർ 4-ന് നടക്കുന്ന നാവികസേനാ ദിനാചരണത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിയന്ത്രണം. നവംബർ 27 മുതൽ ഡിസംബർ 3 വരെ വൈകിട്ട് 4 മണി മുതൽ 6:15 വരെ വ്യോമപാത അടച്ചിടും. യാത്രക്കാർ പുതുക്കിയ യാത്രാ സമയത്തിനായി വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഈ മാസം ഡിസംബർ 4-ാം തീയതിയാണ് നാവികസേനയുടെ ആഘോഷങ്ങൾ നടക്കുന്നത്, ദിനാഘോഷങ്ങൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നവംബർ 27-നും ഡിസംബർ 3-നുമാണ് ഇത്തരത്തിലുള്ളൊരു വ്യോമപാതയുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമാന സർവീസുകളും ആ ഒരു സമയത്ത് നിശ്ചിതമായിട്ടൊരു സമയം കൂടി ഇതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വൈകുന്നേരം 4 മണിക്കും ഒപ്പം തന്നെ 6:15 വരെ, വൈകുന്നേരം ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നിയന്ത്രണമാണ് ഉണ്ടാവുക. ഈ ഒരു സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യോമപാത അടച്ചിടുകയാണ്. അതിനുള്ള പ്രധാന കാരണം ശംഖുമുഖത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നാവികസേനയുടെ ഈ ഒരു ആഘോഷം നടക്കുന്നത്. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു 2 ദിവസം, അതായത് ഈ വരുന്ന ബുധനാഴ്ചയും അതുപോലെ തന്നെ ഡിസംബർ 3-ന് ഒരു നിയന്ത്രണം നടക്കുന്നത്. ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള പ്രധാന കാരണം ഈ ഒരു ദിവസങ്ങളിൽ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട്, നാവികസേനയുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ ശംഖുമുഖത്ത് നടക്കുന്നുണ്ട്. ശംഖുമുഖത്ത് ഡിസംബർ 4-നാണ് ഈ ആഘോഷം നടക്കുക. ഇതിന്റെ ഭാഗമായിട്ട് അന്തർവാഹിനികളും വിമാനങ്ങളും ഒക്കെ എത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രദർശനവും അതായത് നാവികസേനയുടെ മികവ് തെളിയിക്കുന്നതിനുള്ള പ്രദർശനമാണ് 4-ാം തീയതി നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള പരിശീലന പറക്കലുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്താകും നടക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ദിവസവും വ്യോമപാത അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം ശംഖുമുഖത്ത്, നമുക്കറിയാം, ശംഖുമുഖത്ത് സമീപത്താണ്, രണ്ടും സമീപത്താണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെയാണ്. അപ്പോൾ യാത്രക്കാരോടും പ്രത്യേകിച്ച് ഒരു അറിയിപ്പിൽ പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലേക്ക് വ്യോമപാത തിരഞ്ഞെടുക്കുന്ന യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട യാത്രാ പ്ലാനുകളിൽ മാറ്റം വരുത്തണമെന്നുള്ളതാണ്. അതായത് ഈ സമയങ്ങൾക്ക് മുമ്പുള്ള വിമാന ചാർട്ടുകൾ പരിശോധിക്കുകയും അത്തരത്തിൽ ടിക്കറ്റുകൾ ക്രമീകരിച്ച് യാത്ര സുഗമമാക്കുന്നതിനാണ് ഇപ്പോൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ 2 ദിവസങ്ങളിലാണ്, നവംബർ 27, നവംബർ 3-നും വൈകിട്ട് 4 മണി മുതൽ വൈകിട്ട് 6:15 വരെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യോമപാത അടച്ചിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകുമ്പോൾ, അത് തിരുവനന്തപുരത്ത് നടത്തുന്നുള്ള യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന യാത്രക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ യാത്രകൾ റീഷെഡ്യൂൾ ചെയ്യുവാനുള്ളൊരു സൗകര്യം ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. അത്തരത്തിൽ യാത്രകൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു സൗകര്യം കൂടി ഇപ്പോൾ അധികാരികൾ ഏർപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഓൺലൈൻ സേവനങ്ങളിലൂടെ യാത്രകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനുള്ള അവസരം കൂടി ലഭിക്കും. ഇത്തരത്തിൽ വ്യോമപാതയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ടാണ് നാവികസേനയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിശീലന പറക്കലുകൾ നടക്കുക. നാളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും ഒപ്പം തന്നെ പരിശീലന പറക്കലുകളും ഉണ്ടാകും. അത്തരത്തിലുള്ള പരിപാടികളെല്ലാം ശംഖുമുഖത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വ്യോമപാത അടച്ചിടുന്ന തീരുമാനത്തിലേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളം എത്തി നിൽക്കുന്നത്. രോഹിണി.